ഒരു മതങ്ങളും ദൈവത്തിൻ്റെ അടുത്തേക്ക്, തൻ്റെ ഇഷ്ടദേവന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന ഗണമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ദൈവത്തിലേക്ക് തിരിച്ചെത്താനല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്. There is no connection with God and religion. There is only connection with you and God. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വളർന്ന വിശ്വാസം ഏതാണ്? ഞാൻ അമ്മ ഡിവോട്ടിയാണ്. മാതാമൃതാനന്ദ ഇപ്പൊ എവിടെയുണ്ട്? മാതാമൃതാനന്ദമയി അമ്മ ഇവിടെ ആശ്രമത്തിലുണ്ട്. എന്തുകൊണ്ട് അമ്മയുടെ ആശ്രമത്തിൽ പോയി ഭജന ഇരിക്കുകയോ കൂടെ വസിക്കുകയോ അല്ലെങ്കിൽ സേവിക്കുകയോ ചെയ്യാത്തത്? ഇല്ല, അങ്ങനെയല്ല. അമ്മ അവിടെ ഇരുന്നോട്ടെ, ഞാനും ഇരുന്നോട്ടെ. അങ്ങനെയല്ല, നമുക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഗുരു, ഒരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിലെ ഏറ്റവും വലിയ വിശ്വാസമാണല്ലോ റിലീജിയൻ. ഏത് റിലീജിയനാണ്? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്രിസ്ത്യനാണ്. ഏത് റിലീജിയനാണ്? ആ റിലീജിയനിലുള്ള ഗോഡിനെ വളരെ അധികം സ്നേഹിക്കണം, അവരുടെ മാതൃകയാക്കണം എന്നല്ല പറയണ. ഏറ്റവും ഇഷ്ടമുള്ള ആ ഗോഡിന്റെ അടുത്തേക്ക് പോകാൻ പഠിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന്. നമ്മൾ ദൈവത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന ഗണമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ദൈവത്തിലേക്ക് തിരിച്ചെത്താനല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്. നല്ല കാലത്തോളം ഭൂമിയിൽ വസിപ്പാൻ നീ നല്ലത് ചെയ്യുക. സോ ഒരു മതങ്ങളും ദൈവത്തിന്റെ അടുത്തേക്ക്, തൻ്റെ ഇഷ്ടദേവന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം അവിടെ ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, അത്രയ്ക്കുള്ള സ്നേഹം മതി എന്നല്ലേ? അതിലാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ആ വിശ്വാസത്തിലാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? അപ്പം മോശം രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു പോകും. അയാൾ പെട്ടെന്ന് തൻ്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചെത്തും. അപ്പൊ അയാളാണോ ശരിക്കും വിശ്വാസി? നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണോ വിശ്വാസി? ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദിച്ചതാ. എനിക്ക് തിരിച്ചും ചോദിക്കാലോ. അപ്പൊ ഏത് വിശ്വാസത്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത്? ഞാൻ ചോദിക്കുന്നത് ദൈവവിശ്വാസത്തെ കുറിച്ചാണോ മതപരമായിട്ടുള്ള ദൈവവിശ്വാസത്തെ കുറിച്ചാണോ? മതപരമായിട്ടല്ല. There is no connection with God and religion. അതാണ് ഫസ്റ്റ് ടേം. അതാണ് വിശ്വാസത്തിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. There is no connection with God and religion. There is only connection with you and God. You and God. നീയും ദൈവമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എന്നാണ്, അല്ലേ? അപ്പോ എന്നിൽ വിശ്വസിക്കാത്തവൻ, അതായത് സ്വന്തമായി ഇഷ്ടപ്പെടുകയോ വിശ്വസിക്കാത്ത ഒരുത്താൽ വിശ്വാസിയല്ല. സ്വന്തമായിട്ട് ഇപ്പൊ അമൃതയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവവിശ്വാസിയാണ്, അല്ലേ? ദൈവത്തിൽ നിന്നല്ലേ വന്നത് അമൃത. അല്ലെങ്കിൽ അമൃതയുടെ അച്ഛനമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമൃതയെ ആര് തന്നു? ദൈവം തന്നു എന്നല്ലേ പറയാ, അല്ലേ? ദൈവം തമ്പാച്ചൻ തന്നതാന്ന് പറയും നമ്മള് ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ. തമ്പാച്ചൻ തന്നതാ മോനെ, തമ്പാച്ചൻ തന്നതാ തമ്പാച്ചന്റെ അല്ലേ? തമ്പാച്ചൻ എന്ന് പറഞ്ഞേ ദൈവം. അതിന്റെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. എന്തായാലും ഉണ്ടാവില്ലേ? അതിൽ നിന്നല്ലേ ഉണ്ടാവണത്, അല്ലാതെ പിന്നെ എവിടുന്നാ വരുന്നത്? സോ നമ്മൾ അങ്ങനെ സ്വന്തമായിട്ട് വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പള്ളിയിൽ പോകാത്തത് കൊണ്ടോ അമ്പലത്തിൽ പോകാത്തത് കൊണ്ടോ നിസ്കരിക്കാത്തത് കൊണ്ടോ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാത്ത ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പിന്നെന്ത് വിശ്വാസിയാണ് നീ ചോദിക്കില്ലേ? പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ രീതിയിലല്ല. ഞാൻ പൂർണ്ണമായിട്ടും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നു. ഏതാ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി പറഞ്ഞു? വിശ്വാസം എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. നമ്മളെ വിശ്വസിച്ചാലേ നമ്മളത് ദൈവത്തിന് വിശ്വസിക്കുന്നു പറയാൻ പറ്റും.